ഹായ് ഓൾ. നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നുണ്ടെന്നുള്ളത് എനർജിയാണ് ഇവിടെ കണക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇന്നത്തെ റീഡിങ്ങിലും എനിക്ക് സെയിം എനർജി തന്നെയാണ് വന്നത്. അതിൽ ഞാൻ നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ട് തന്നെയാണ് കാർഡ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% അത് വിശ്വസിക്കാം കേട്ടോ. എന്താന്ന് വെച്ചാല് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല കാര്യങ്ങൾക്കും ഒരു സക്സസ് ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സക്സസ് നിങ്ങളിലോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് കാണുന്നുണ്ട്. അത് കുടുംബമൊത്ത് ഭയങ്കര വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സന്തോഷമാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ഇവിടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. പലർക്കും ഇവിടെ വീട് കിട്ടുന്നതായിട്ടും ഹൗസ് വാമിങ്, മാരേജ്, ബിസിനസ്സിലൊക്കെ ഒരു ഹ്യൂജ് സക്സസ് ഒക്കെ വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു അബണ്ടൻസ് നിങ്ങളിലോട്ട് വരുന്നതിലൂടെ നിങ്ങളുടെ പാരന്റ്സും ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു പുതിയ ലവ് അഫെയറോ ഒരു ഹീലിംഗ് എനർജിയോ ഒരു സ്പിരിച്വൽ ലെസണോ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. മേ ബി ഒരു കുഞ്ഞിന്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാകാം. അപ്പോൾ ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടും വളരെ ഹാപ്പി ആകാനുള്ള കാര്യങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത്. പിന്നെ ഇവിടെ ഏറെ പേർക്കും ഹീലിംഗ് പ്രോസസ് ഒക്കെ നടക്കുന്നതായിട്ടും യൂണിവേഴ്സ് നാച്ചുറലി നിങ്ങൾക്കൊരു ഹീലിംഗ് തരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കാനും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനും ഒക്കെ പഠിച്ചു തുടങ്ങി എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ചേഞ്ചസ് എല്ലാം നിങ്ങളിലോട്ട് വളരെ വേഗത്തിലാണ് കണക്ട് ആയിട്ട് വരുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങളിലോട്ട് വരുന്നത് കേട്ടോ. എന്തൊക്കെ തടസ്സം അതിൽ വന്നിരുന്നാലും അതെല്ലാം വെട്ടിമാറ്റി നിങ്ങളിലോട്ട് ഇത് വളരെ വേഗത്തിൽ പിന്നെ അട്രാക്ട് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പേര് മണിയെ കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്ട് സൃഷ്ടിച്ച് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഭയപ്പാടോടുകൂടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കയ്യിൽ നിന്നും പൈസ നഷ്ടപ്പെടുവോ, അത് തിരികെ വരുവോ, ഇനി ഓരോരോ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, അങ്ങനെയുള്ള നൂറുകൂട്ടം ആവലാതികൾ നിങ്ങൾ പണത്തെക്കുറിച്ച് ആലോചിച്ച് കൂട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെ അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് മണിയോടെടുത്തുള്ള ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസ് മാറ്റിയാണ് ആദ്യം തന്നെ വേണ്ടത്. ഇത്തരം ചിന്തകൾ നിങ്ങൾക്ക് മണി ബ്ലോക്കേജസ് കൂട്ടുകയുള്ളൂ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ സന്തോഷത്തോടെയും നിറഞ്ഞ മനസ്സോടുകൂടിയും അത് നിങ്ങൾ 1 രൂപ ചിലവാക്കിയാൽ പോലും അങ്ങനെയുള്ള മെന്റാലിറ്റിയിൽ നിങ്ങൾ ചിലവാക്കുക. നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നതിനോ അടിച്ചമർത്തി വെക്കാനോ ഉള്ള ഒരു എനർജി അല്ല മണി എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ആയിരിക്കും തിരിച്ചിങ്ങോട്ട് വരുന്നത്. നിറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയും പോസിറ്റീവ് ഇൻഫർമേഷനോട് കൂടിയും തന്നെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ അതിനെ പോസിറ്റീവ് എനർജിയോട് കൂടി കാണുക കേട്ടോ. പിന്നെ ഓരോ നിമിഷവും അബണ്ടൻസ് നിങ്ങളോട്ട് വരുന്നു എന്നുള്ള പോസിറ്റീവ് ചിന്തകൾ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് മാറ്റം ഉറപ്പായിട്ട് അനുഭവിച്ചറിയാൻ പറ്റും.